നമസ്കാരം, ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. കരൂർ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകിയ തമിഴ്നാട്ടിലെ വിജയ് സർക്കാരിന്റെ നടപടി മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് വിജയുടെ പാർട്ടിയായ TVKയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും അകപ്പെട്ട് മരണപ്പെട്ട 41 കുടുംബങ്ങളിലെ ഓരോ അംഗത്തിന് വീതമാണ് സംസ്ഥാന സർക്കാർ ജോലി നൽകിയത്. ഈ മാസം ആദ്യവാരത്തിൽ കരൂർ സന്ദർശിച്ചപ്പോഴായിരുന്നു പാർട്ടി അണികളെ പ്രീതിപ്പെടുത്താൻ മുഖ്യമന്ത്രി വിജയുടെ ജോലി വാഗ്ദാനം. ഭരണകൂടങ്ങൾക്ക് രാഷ്ട്രീയ താൽപര്യാർത്ഥം വെറുതെ നൽകാനുള്ളതല്ല സർക്കാർ ജോലി. സർക്കാർ ജോലിക്ക് അതിൻ്റെതായ മൂല്യമുണ്ട്. അത് സ്വന്തം പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ടതാണെന്ന് വിധി പ്രസ്താവനത്തിൽ കോടതി വ്യക്തമാക്കി. സർക്കാർ ജോലിക്കായി കാത്തിരിക്കുകയും കഠിന പരിശ്രമം നടത്തുകയും ചെയ്യുന്ന നിരവധി യുവാക്കൾ സംസ്ഥാനത്തുണ്ടെന്ന കാര്യം മറക്കരുതെന്നും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഓർമ്മിപ്പിച്ചു. ഭരണഘടനാ തത്വങ്ങളും നിയമപരമായ മാർഗങ്ങളും അവഗണിച്ച് കക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി സർക്കാർ ജോലിയും ആനുകൂല്യങ്ങളും നൽകുന്ന ഭരണാധികാരികൾക്ക് കനത്ത താക്കീതാണ് ഈ കോടതി വിധി. രാഷ്ട്രീയ സഹതാപം പ്രകടിപ്പിക്കാനുള്ള ഉപാധിയായി മാറരുത് സർക്കാർ ജോലികളും ആനുകൂല്യങ്ങളും. ഭരണഘടനയുടെ അനുച്ഛേദം 16 ഉറപ്പു നൽകുന്ന പൊതു തൊഴിലവസരങ്ങളിലെ സമത്വത്തിന് ഘടകവിരുദ്ധമാണിത്. പരീക്ഷകളും ഇന്റർവ്യൂകളും പൂർത്തിയാക്കി വർഷങ്ങളോളം ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുഖത്തടിയാണ് ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ. രാജ്യത്ത് ഓരോ സർക്കാർ ജോലിക്ക് പിന്നിലും അർഹരായ നിരവധി യുവാക്കളുടെ പ്രതീക്ഷകളുണ്ട്. അവരുടെ അവകാശങ്ങളെ മറികടന്ന് രാഷ്ട്രീയ ബാഹ്യ താൽപര്യങ്ങൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അത് നൽകാൻ നിയമപരമായി ഒരു ഭരണകൂടത്തിനും അവകാശമില്ല. അഴിമതിയും അധികാര ദുർവിനിയോഗവുമാണത്. ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബത്തോട് സഹതാപം പ്രകടിപ്പിക്കേണ്ടത് തന്നെ അതൊരു മാനുഷിക ഗുണമാണ്. ദുരന്തബാധിത കുടുംബങ്ങൾ സഹായം അർഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി റാലിയുടെ സംഘാടനത്തിലുണ്ടായ അപാകതകളും ശ്രദ്ധക്കുറവും മൂലം സംഭവിച്ച ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും സാമ്പത്തിക സഹായം ചെയ്യേണ്ടതും ആ പാർട്ടിയാണ്. മദ്രാസ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ റാലി സംഘടിപ്പിച്ച TVK നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചകളും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ കാണിച്ച അശ്രദ്ധയുമാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1-ന് ആരംഭിക്കുമെന്ന് പരസ്യപ്പെടുത്തിയ പരിപാടിയിലേക്ക് മണിക്കൂറുകൾ വൈകി രാത്രി 7-നാണ് വിജയ് എത്തിയത്. ഇത്രയും നേരം കനത്ത ചൂടിലും തിരക്കിലും കാത്തു നിൽക്കേണ്ടി വന്നത് പാർട്ടി അണികളെ ക്ഷീണിതരും അസ്വസ്ഥരുമാക്കിയിരുന്നു. കനത്ത ജനത്തിരക്ക് നിയന്ത്രിക്കാനോ അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്യാനോ ആവശ്യമായ വാളണ്ടിയർമാരുണ്ടായിരുന്നില്ല. പാർട്ടിയാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാനോ വിനിയോഗിക്കാനുള്ളതല്ല പൊതു ഫണ്ട്. അധികാര ദുർവിനിയോഗമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. രാഷ്ട്രീയ പരിപാടിക്കിടെ ഉണ്ടായ ദുരന്തത്തിന് സർക്കാർ ജോലി എന്ന കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെട്ടാൽ നാളെ മറ്റു പാർട്ടിക്കാർ നടത്തുന്ന പരിപാടിയിലോ മറ്റോ അപകടങ്ങളും ദുരന്തങ്ങളും സംഭവിച്ചാൽ അവരുടെ ബന്ധുക്കളും സർക്കാർ ജോലി ആവശ്യപ്പെട്ട് രംഗത്തു വരും. അപ്പോൾ നിഷേധിക്കാനാകില്ലെന്ന കോടതി നിരീക്ഷണം തികച്ചും പ്രസക്തമാണ്. സർക്കാർ നിയമനക്രമം തകിടം മറിക്കുന്ന പ്രവണതയാണിത്. സുതാര്യവും യോഗ്യതയും ആയിരിക്കണം സർക്കാർ ജോലിയുടെ മാനദണ്ഡം. വിജയ് സർക്കാർ നടത്തിയതുപോലുള്ള പിൻവാതിൽ നിയമനങ്ങൾ പല രൂപത്തിലും കേരളത്തിൽ ഉൾപ്പെടെ നടത്താറുണ്ട്. PSC ലിസ്റ്റ് നോക്കുകുത്തിയാക്കി ഭരിക്കുന്ന പാർട്ടിക്കാരുടെ പ്രവർത്തകരെ വിവിധ തസ്തികകളിൽ താൽക്കാലിക ജീവനക്കാരായി നിയമിക്കുകയും പിന്നീട് സ്ഥിരമാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവാണ്. കേരളത്തിൽ പലപ്പോഴും വിവാദമായതാണ് ഇത്തരം നിയമനങ്ങൾ. താൽക്കാലിക ജീവനക്കാരെ വഴിവിട്ട് സ്ഥിരപ്പെടുത്തുന്നത് നിയമന വിരുദ്ധമാണെന്ന് 2006-ലെ ഉമാദേവി കർണാടക കേസിൽ സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞതാണ്. എന്നിട്ടും അത് അവഗണിക്കുകയും അതിനെ മറികടക്കാനുള്ള കുറുക്കുവഴികൾ കണ്ടെത്തുകയും ചെയ്യുന്നു ഭരണാധികാരികൾ. അധികാര ദുർവിനിയോഗമാണെന്ന് മാത്രമല്ല, പതിറ്റാണ്ടുകളോളം പൊതു ഖജനാവിൽ നിന്ന് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുള്ള ബാധ്യത സൃഷ്ടിക്കുന്ന നടപടിയുമാണ് ഇത്തരം നിയമനങ്ങൾ. ഒരു നിയമപ്രശ്നം എന്നതിലുപരി പൊതുപണത്തിന്റെ ഉത്തരവാദിത്തപരമായ വിനിയോഗവുമായി ബന്ധപ്പെട്ട വിഷയവുമാണിത്. പൊതുപണം സർക്കാരിന്റെ സ്വകാര്യ സ്വത്തല്ല. പൊതുസേവനം ഭരണാധികാരികളുടെ ഔദാര്യവുമല്ല. ഓരോ പൗരന്റെയും തുല്യ അവകാശമാണിതെല്ലാം. ഈ അവകാശത്തെ രാഷ്ട്രീയ പ്രചരണത്തിനോ പാർട്ടി അണികൾക്ക് സംഭവിച്ച ദുരന്തത്തിൽ സഹതാപം പ്രകടിപ്പിക്കാനോ ഉപയോഗപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് നിരക്കാത്തതാണ്. യോഗ്യതയ്ക്ക് പകരം രാഷ്ട്രീയ ബന്ധങ്ങൾക്കും സ്വാധീനങ്ങൾക്കും അർഹത ലഭിക്കുമ്പോൾ ഭരണനിർവഹണത്തിന്റെ ഗുണനിലവാരത്തെയും അത് ബാധിക്കും. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതാ തത്വങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം ഭരണീയരോട് സഹാനുഭൂതിയും കാരുണ്യവും കാണിക്കേണ്ടത്.
നിയമത്തെ നോക്കുകുത്തിയാക്കിയല്ല മാനുഷികത പ്രകടിപ്പിക്കേണ്ടത്, നീതിയിൽ അധിഷ്ഠിതമായാണ്.